ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹ്. പുണ്യമദീന ആശ്വാസത്തിൻ്റെ ദേശനാമം. വിശ്വാസികളുടെ എക്കാലത്തെയും അഭയസ്ഥാനം. അൽ ഈമാനു യഅ്രിദു ഇലൽ മദീന കമാ തഅ്രിദുൽ ഹയ്യത്തു ഇലാ ജുഹ്രിഹ. പാമ്പ് അതിൻ്റെ മടയിലേക്ക് മടങ്ങാൻ നിരന്തരമായി താൽപ്പര്യപ്പെടുകയും വിപത്ത് വരുമ്പോൾ മടങ്ങിയെത്തുകയും ചെയ്യുന്നത് പോലെ ഒരു വിശ്വാസിയുടെ ഹൃദയം ആപൽഘട്ടങ്ങളിൽ എത്തിച്ചേരുന്നത് മദീനയിലേക്ക്. ഏറെ ആശയവ്യാപ്തിയുള്ള ഒരു പ്രയോഗമാണിത്. അഥവാ ഒരു ഗ്രന്ഥകാരൻ്റെ വാക്ക് കടമെടുത്താൽ ഖിബലത്തു ഖൽബിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ കഅബ അഥവാ ലക്ഷ്യസ്ഥാനം. രണ്ട് കുന്നുകൾക്കിടയിൽ, ഐർ സൗർ കുന്നുകൾക്കിടയിലുള്ള സ്ഥലം ഞാൻ പവിത്ര ഭൂമിയായി പ്രഖ്യാപിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിൻ്റെ പരിസരത്തുള്ള ഹറം ദേശത്തെ പവിത്രഭൂമിയാക്കിയതുപോലെ ഞാൻ മദീനയെ പവിത്രഭൂമിയായി പ്രഖ്യാപിക്കുന്നു. മക്ക ഹറമിൽ ഉള്ളതിനേക്കാൾ ഇരട്ടി മഹത്വവും പുണ്യവും മദീന ഹറമിന് ഉണ്ട്. അതിനുവേണ്ടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. മദീനയുടെ ആത്മാവിലേക്കും നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളുടെ കഥനങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് മദീനയോട് എത്രമേൽ വിശ്വാസികൾ ചേർന്ന് നിന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് ഒന്ന് നോക്കാം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് പരിക്കേറ്റു. ഒരുപക്ഷെ ഈ പരിക്കിൽ ഞാൻ വിയോഗം തേടേണ്ടി വരുമോ എന്ന് ആശങ്കപ്പെട്ടു. അവിടുന്ന് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദത്തൻ ഫി സബീലിക് വമൗതത്തൻ ഫി ബലദി ഹബീബിക്. അള്ളാഹുവെ, നിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകാനും പവിത്രമായ മദീനയിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ എൻ്റെ മരണമാകാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മദീനയുടെ മണ്ണിനോട് ചേരാൻ എല്ലാ അർത്ഥത്തിലും താൽപ്പര്യപ്പെടുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടു. അടുത്ത മിത്രങ്ങൾ മഹാനവറുകളെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, 3-4 ഉപായം നിങ്ങൾക്ക് പ്രയോഗിക്കാം. ഒന്നുകിൽ ഭരണാധികാരി ആത്മരക്ഷയ്ക്കും സമൂഹരക്ഷയ്ക്കും വേണ്ടി ഒരു പോരാട്ടത്തിന് തയ്യാറാവുക. നിങ്ങൾക്കതിന് അർഹതയും അവകാശവും അതിനുള്ള സമയവും ആയിട്ടുണ്ട്. അല്ലെങ്കിൽ രഹസ്യമായി മക്കയിലേക്ക് മടങ്ങുക. അവർ നിങ്ങളെ നിരസിക്കുകയില്ല. അതുമല്ലെങ്കിൽ ഷാമിലേക്ക്, സിറിയയിലേക്ക് നിങ്ങൾ പോവുക. അവിടെ മുആവിയ റളിയല്ലാഹു അൻഹു ഉണ്ട്, നിങ്ങളെ സ്വീകരിക്കും. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. ഈ നാട്ടിൽ ഒരു രക്തച്ചൊരിച്ചിൽ, അതൊരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമികളിൽ പവിത്രഭൂമിയിൽ രക്തം ചൊരിക്കുന്ന ആദ്യത്തെ ആളാകാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മക്കയിലേക്ക് മടങ്ങിപ്പോവുക, അതും എനിക്ക് താല്പര്യമില്ല.
പിന്നെ നിങ്ങൾ പറഞ്ഞത് ഷാം, അവിടെ മുആവിയ റളിയല്ലാഹു അൻഹു ഉണ്ടെന്നല്ലേ? അങ്ങോട്ട് പോകണമെങ്കിൽ ഈ മദീന വിട്ടു പോകേണ്ടി വരും. ഒരിക്കലും ഞാനത് ആഗ്രഹിക്കുന്നില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം വിട്ട് നാം പലായനം ചെയ്തെത്തിയ ദേശം ഉപേക്ഷിച്ച് എങ്ങനെയാണ് പോകാനാവുക? ഒരിക്കലും സാധിക്കില്ല. ഞാൻ പരീക്ഷണങ്ങളുടെ തീഷ്ണതയിലും ഉപരോധത്തിൻ്റെ നടുവിലും പുണ്യമേറിയ മദീനയുടെ മണ്ണിനോട് ലയിച്ചു ചേരാൻ ആഗ്രഹിക്കുന്നു. ഏറെ സ്വഹാബികളുടെ വികാരം ഇങ്ങനെയായിരുന്നു. മദീനയിൽ 4 പതിറ്റാണ്ടിലേറെ വൈജ്ഞാനിക സേവനത്തിന് സാരഥ്യം വഹിച്ച ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഭരണാധികാരി പറഞ്ഞു, നിങ്ങൾക്ക് രമ്യഹർമ്മം പണിതു തരാം. ബഗ്ദാദിലേക്ക് വരുവിൻ, അവിടെ കൊട്ടാരമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്ത് നിന്ന് ഞാൻ എവിടേക്ക് പോകാനാണ്? നിങ്ങൾക്ക് എന്ത് ആനുകൂല്യവും എൻ്റേത് പിൻവലിക്കാം, പക്ഷേ മദീന വിട്ടുകൊണ്ട് ഞാൻ എവിടേക്കുമില്ല. നിർബന്ധമായ ഹജ്ജ് ഉംറ കർമ്മങ്ങൾക്കല്ലാതെ മദീന വിട്ട് പുറത്തേക്ക് പോകാത്ത മഹത് വ്യക്തിത്വമാണ് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അവർ മദീനയിലെ പള്ളിയും കുന്നും മണ്ണും വീടുകളും കണ്ടു മതിയായവരല്ല. അവർ മദീനയുടെ മനസ്സും ആത്മാവും ഹൃദയതാളങ്ങളും കാതോർക്കുകയും അടുത്തറിയുകയും ചേർന്ന് നിൽക്കുകയും ചെയ്തവരാണ്. അതിനോട് ലയിച്ചു ചേരാൻ എപ്പോഴും അവർ കൊതിച്ചുകൊണ്ടിരുന്നു. സമീപകാലത്ത് മദീനയിലുള്ള ഒരാളോട് നാട്ടിലേക്ക് ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി പല പ്രാവശ്യവും അനുകൂലമായിരുന്നില്ല. വീണ്ടും അദ്ദേഹത്തോട് അപേക്ഷ ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവസാനം നമ്മോട് പറഞ്ഞത്, നീ സ്വർഗത്തിലിരിക്കുമ്പോൾ ഒരാൾ വന്ന് നിന്നെ വിളിച്ചാൽ നീ ഇറങ്ങിപ്പോകും. പിന്നെ അദ്ദേഹത്തോട് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ മദീനയുടെ ഓർമ്മകളും ഹൃദയവും വായിച്ചെടുക്കുമ്പോൾ വിശ്വാസിയുടേത് മാത്രമല്ല, എല്ലാവരുടെയും താരള്യവും തണുപ്പും കാരുണ്യവും എല്ലാം ചെന്നുചേരുന്ന അടിസ്ഥാന ഉറവയും പ്രഭവവും അതത്രേ മദീന. നമുക്ക് ആ മദീനയിലെ പുണ്യദേശങ്ങളിലൂടെ, പുണ്യസ്ഥലികളിലൂടെ, തിരുശേഷിപ്പുകളിലൂടെ സഞ്ചാരം തുടരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാരി നിൽക്കുകയും ഓർത്തെടുക്കുകയും അധ്യാപനം നടത്തുകയും ക്രയവിക്രയം നടത്തുകയും പരിപാലനം നിർവഹിക്കുകയും ചെയ്ത ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെ തുടർന്ന് നമുക്ക് ഒന്ന് സഞ്ചരിക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മദീനയിലെ സാക്ഷ്യങ്ങൾ നമ്മളോട് സംസാരിക്കും. മദീനയിലെ ഓരോ സാക്ഷ്യങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇസ്ഹാഖ് മേം പോഷീദ് ഹെ ഗോഹറെ നായാബ്, ഈ മണ്ണിൽ ഒളിഞ്ഞു കിടക്കുന്നത് അമൂല്യ രത്നങ്ങളാണ്. ആ രത്നങ്ങളിലൂടെ നമുക്ക് സഞ്ചാരം തുടരാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.